സ്നേഹമുള്ളവരെ, ഡിജിറ്റൽ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ, ഗാഡ്ജറ്റ് ഇവയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് നമ്മുടെ മനസ്സിനും സർവോപരി ദൈവത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ ജീവിതത്തിലെ സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം, നിന്റെ സ്ക്രീനിനെ ദൈവമാക്കരുത്. ദൈവത്തിന് നൽകേണ്ട പ്രാധാന്യം പ്രിയപ്പെട്ടവരെ ഒരു ഗാഡ്ജറ്റിനും നൽകരുത്. 2, നിന്റെ ഏകാഗ്രതയെ നശിപ്പിക്കരുത്. നമുക്കറിയാം, ശ്രദ്ധ ദൈവിക ദാനമാണ്. അത് അനാവശ്യ റീലുകൾക്കായി പാഴാക്കരുത്. ഒന്ന് കണ്ടു കഴിയുമ്പം അടുത്തിലേക്ക് പോകാനുള്ള ഒരു പ്രവണതയുണ്ടാവും. നമ്മൾ തന്നെ അവെയറായിരിക്കണം. 3, ഡിജിറ്റൽ വിശ്രമ ദിനം. സ്ക്രീൻ വിമുക്ത സമയം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണം. വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുള്ള സമയം പ്രൈം ടൈമാണ്. ആ ടൈമിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചിലവഴിക്കുവാനായിട്ട്, ഭക്ഷണം ഒരുമിച്ച് കഴിക്കുവാനായിട്ട് തയ്യാറായാൽ ജീവിതം വലിയ സന്തോഷത്തിലേക്കായിരിക്കും നീങ്ങുന്നത്. 4, നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് താഴെ വെച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ സാധിച്ചാൽ വലിയ ദൈവിക അനുഭവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 5, നിൻ്റെ ജീവനെ കൊലപ്പെടുത്തരുത്. സൈബർ തട്ടിപ്പിലോ മാനഹാനികളിലോ തളർന്ന് ജീവനെടുക്കുന്നവരുടെ എണ്ണം ഇക്കാലയളവിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കട്ടെ. 6, ഡിജിറ്റൽ അവിശ്വസ്തത കാണിക്കരുത്. ഓൺലൈനിൽ മാന്യതയും വിശുദ്ധിയും പുലർത്തുവാനായിട്ട് നാം തയ്യാറാകണം. 7, മറ്റൊരാളുടെ സമയം മോഷ്ടിക്കരുത്. നമ്മൾ റീൽസുകളൊക്കെ ധാരാളം ഫോർവേഡ് ചെയ്യുന്നുണ്ട്, ചെയ്യണം, നല്ലതെല്ലാം ചെയ്യണം. എന്നാൽ നമ്മൾ കാണാത്ത അനാവശ്യമായ കാര്യങ്ങളൊന്നും ഫോർവേഡ് ചെയ്യുവാനായിട്ട് പാടില്ല സഹോദരങ്ങളെ. 8, വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യരുത്. കള്ളസാക്ഷ്യം പറയുന്നതിന് തുല്യമാണ് വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നത്. 9, മറ്റൊരാളുടെ വെർച്വൽ ജീവിതത്തെ മോഹിക്കരുത്. സോഷ്യൽ മീഡിയയിലെ ഹൈലൈറ്റുകൾ കണ്ട് അസൂയപ്പെടരുത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 10, സ്ക്രീൻ നേട്ടങ്ങളെ മോഹിക്കരുത്. ലൈക്കുകളേക്കാൾ ഹൃദയ സമാധാനത്തിന് വില നൽകുക. സ്നേഹമുള്ളവരെ, ഇക്കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ വലിയ സന്തോഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.